കാസർഗോഡൻ ഗ്രാമത്തിന്റെ നാടൻ വൈബ് ആസ്വദിക്കാൻ ചെറുവത്തൂരിൽ ഒരുങ്ങി കൊടക്കവയൽ ബ്ലൂ ഗ്രീൻ ഇടനാഴി. വയലേലകൾക്കും തോടിനുമരികിൽ രാവിലെയും വൈകുന്നേരങ്ങളിലും സമയം ചെലവഴിക്കാൻ കഴിയുന്ന തരത്തിലാണ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗ്രാമീണ ടൂറിസം പദ്ധതി പൂർത്തിയാക്കിയത്. വയലേലകൾക്ക് നടുവിൽ പ്രകൃതിയെ തൊട്ടറിഞ്ഞ് കാറ്റേറ്റ് അല്പസമയം ചെലവഴിക്കാൻ താല്പര്യമുണ്ടോ? അങ്ങനെയെങ്കിൽ നേരെ കൊടക്കവയലിലേക്ക് വന്നാൽ മതി. അതിനായി പ്രത്യേക ഒരു ഇടം ഒരുക്കിയിരിക്കുകയാണ് കാസർഗോഡ് ചെറുവത്തൂരിൽ. പച്ചോല വീശി തലയെടുപ്പോടെ നിൽക്കുന്ന തെങ്ങിൻ തോട്ടങ്ങൾ, വിശാലമായ പാടത്ത് കലപില കൊട്ടി പറന്നിറങ്ങുന്ന പക്ഷികൾ, വയലിന് നടുവിൽ ഒഴുകുന്ന കൈത്തോട്. ചെറുവത്തൂർ തിമിരി കൊടക്കവയലിൽ ഇനി വയൽക്കാറ്റ് കൊതിപ്പിച്ചു വീശും. പുലർകാലത്തിന്റെ നനുനനുപ്പും സായാഹ്നത്തിന്റെ വർണ്ണഭംഗിയുമെല്ലാം ആവോളം നുകരാൻ കഴിയുന്ന തരത്തിലാണ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വയൽക്കാറ്റ് എന്ന പേരിൽ കൽനട റോഡിൽ ഗ്രാമീണ വഴിയോര വിനോദസഞ്ചാര പദ്ധതി ഒരുങ്ങിയത്. ചെറുവത്തൂർ പഞ്ചായത്തിനകത്ത് കാവുഞ്ചിറ ഒരു ഐലൻഡ് തന്നെ അവിടെയുണ്ട്, അച്ചാന്തുരുത്തി, അതുപോലെ തന്നെ രാമഞ്ചിറ, അതുപോലെ തന്നെ കയ്യൂർച്ചിമേനി പഞ്ചായത്തിൽ ഇങ്ങനെ വിശാലമായി കിടക്കുന്ന ഒരുപാട് പ്രദേശങ്ങളുണ്ട്. അതൊക്കെ ഡെഡാണിന്ന്. അത് റീറ്റെയിൻ ചെയ്യുക, വീണ്ടെടുക്കുക എന്ന് പറയുമ്പോൾ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഇതാണ്. നമുക്കറിയാലോ, നമ്മൾ ഇന്ന് ടൂറിസം രംഗത്ത് മറ്റു മേപ്പകളിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ വൈകുന്നേരം വന്ന് ഇവിടെ നിന്ന് കാറ്റ് കൊള്ളാം, പിന്നെ അമ്പലത്തിലെ പാട്ട് കേൾക്കാം, പിന്നെ പക്ഷികളുടെയൊക്കെ വലിയ ഒരു കേന്ദ്രമാണ് ഇവിടെ. അപ്പോൾ ഇതൊക്കെ ആസ്വദിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വലിയൊരു കാര്യമാണ്. ഇവിടെ ഇപ്പോൾ കുടുംബശ്രീ മിഷൻ ഇനിയിപ്പം അവിടെ മിഷനെ സമീപിച്ചിട്ടുണ്ട്. കാർഷിക സംസ്കൃതിയുടെ മനോഹരമായ കാഴ്ചയും പ്രകൃതി ഭംഗിയും ഒരുമിക്കുന്ന ഇടമായ കൊടക്കവയലിന് ഓരോ കാലത്തും വ്യത്യസ്തമായ സൗന്ദര്യമാണ്. ഈ കൊടക്കവയലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി നമ്മളെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാധവൻ മണിയറ ഇങ്ങനൊരു അവസരം ഇവിടെ ഈ വികസനത്തിൻ്റെ തൊട്ടറിയുന്ന ഈ ഒരു അവസരം ഉണ്ടാക്കിയാൽ ഈ നാട്ടുകാർക്ക് വലിയൊരു നന്ദിയുണ്ട്. പിന്നെ ഈ നാടിൻ്റെ ഇതിൻ്റെ പ്രകൃതി സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഓരോ മാസത്തിലും ഓരോ സൗന്ദര്യമാണ്. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നാടിന് സമർപ്പിക്കുന്ന ഈ പദ്ധതി നമ്മുടെ പ്രിയങ്കരനായ മാധവേട്ടൻ ചെയ്യുന്ന വലിയൊരു സംരംഭമാണ്. അദ്ദേഹം ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ടൂറിസം മേഖലയിൽ ഇത്രയൊരു വികസന പ്രവർത്തനം ആദ്യമായിട്ടാണ്. ഇതൊരു ടൂറിസത്തിനോടൊപ്പം തന്നെ ഇവിടുത്തെ കൃഷിരീതിയും ഇവിടുത്തെ തോട് സംരക്ഷിക്കുന്നതുമായ നല്ല ഒരു വികസന പ്രവർത്തനമാണ് ഇവിടെ കാഴ്ചവെച്ചത്. ഇത്തരത്തിൽ നല്ല ഒരു നൂതന ആശയം കൊണ്ടുവന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. കൽനടയിലെ തോടിന് സംരക്ഷണ ഭിത്തി കെട്ടി ഇരുവശത്തുമായി ഇന്റർലോക്ക് പാകിയ നടപ്പാതയും ഇരിപ്പിടങ്ങളും ഒരുക്കിയിട്ടുണ്ട്. രാത്രികാലത്ത് തെളിയിക്കുന്നതിനായി സോളാർ വിളക്കുകളും സ്ഥാപിച്ചു. കുടുംബശ്രീയുമായി സഹകരിച്ച് ചായയും ലഘുഭക്ഷണങ്ങളും പാനീയങ്ങളുമെല്ലാം ലഭിക്കുന്ന കഫേയും ഉടൻ തുറക്കും. നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ 50 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പാടവും പരിസ്ഥിതിയും സംരക്ഷിച്ച് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. കേരളപ്പിറവി ദിനത്തിൽ തുറന്നു നൽകിയ വയൽക്കാറ്റ് ബ്ലൂ ഗ്രീൻ കൊടക്കവയലിടനാഴി സഞ്ചാരികൾക്ക് വേറിട്ട അനുഭവമാകുമെന്ന് ഉറപ്പ്. ക്യാമറാമാൻ ഷൈജു പിലാത്രയോടൊപ്പം സിജു കണ്ണൻ.